അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തേങ്ങ വറുത്തരച്ച് മീൻകറി ഉണ്ടാക്കാൻ പോവാന്നേ. ഇപ്രാവശ്യം അമ്മ വന്നപ്പം കുറച്ച് തേങ്ങ വറുത്ത് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മുതലേയുള്ള ആഗ്രഹമാട്ടോ നല്ല തേങ്ങ വറുത്തരച്ച് മീൻകറി ഉണ്ടാക്കണമെന്ന്. പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടുന്നില്ല. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നേ. പക്ഷേ ഇന്ന് പണിമുടക്കായതുകൊണ്ടും എനിക്ക് ആവശ്യത്തിലധികം സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് നല്ല തേങ്ങ വറുത്തരച്ച് മീൻകറിയും കപ്പയും ആക്കാമെന്ന്. ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ അത് ജാറിലോട്ട് മാറ്റിയിട്ട് ആ സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയെ കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്ത് ആ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. ആ ഒരു ടൈമിൽ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും ചേർത്ത് ആ തക്കാളി നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം അരച്ചു വെച്ചിരുന്ന അരപ്പ് ആ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആദ്യം തന്നെ വെള്ളത്തിലിട്ടിരുന്ന പുളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും കൂടെ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഏതൊരു കറി വെച്ചാലും അതിൽ ആവശ്യത്തിൽ അധികം ചേർക്കുന്ന ഒരു ഐറ്റം ആട്ടെ ഈ ഒരു കറിവേപ്പില. അത് കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് കഴുകി വെച്ചിരുന്ന മീനും ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നേ. ചട്ടി തുറന്നപ്പോൾ തന്നെ നല്ലപോലെ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചതിൽ ദ ബെസ്റ്റ് മീൻകറി എന്ന് പറയാം. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി മീൻകറി ആയിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടെയൊക്കെ കറിവേപ്പിലേക്ക് ഇട്ട് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ.